പ്രിയപ്പെട്ടവരെ, ഞാൻ കൂടുതലും ഈ വീഡിയോ ചെയ്യുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ഒരു സൗഹൃദത്തിലേർപ്പെട്ടു എന്ന് വയ്ക്കുക. ആ സൗഹൃദം നിങ്ങളെ നന്നായിട്ടറിയുന്ന സുഹൃത്തുക്കൾ കാണും. നിങ്ങളുടെ കൂടെ പഠിച്ചവരോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്തവരോ നിങ്ങളുടെ സ്വഭാവങ്ങളുടെ ചില വൈകല്യങ്ങളും ചില ഇമ്മെച്യൂരിറ്റീസും ഒക്കെ അറിഞ്ഞ് നിങ്ങളെ സ്നേഹിക്കുന്ന ഒത്തിരി നല്ല സുഹൃത്തുക്കൾ കാണും. അല്ലാതെ പെട്ടെന്ന് കയറി വരുന്ന ഒരു അതിഥിയെ നിങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ അതിഥി കുറേ നാൾ കഴിയുമ്പോൾ അയാളുടെ പരാധീനതകൾ പറഞ്ഞും വീക്ക്നെസ്സുകൾ പറഞ്ഞും നിങ്ങളോട് മനസ്സ് തുറന്ന് അവസാനം നിങ്ങളുടെ മനസ്സിനുള്ളിൽ സ്ഥാനം പിടിക്കാൻ അയാൾ നോക്കും. അവളും നോക്കാം കേട്ടോ. അയാൾ എന്ന് മാത്രം പറയുകയില്ല, അവളും നോക്കാം. പിന്നെ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പോളിഗ്യാമസ് ആണ്. അതുകൊണ്ട് എന്നും ചോറുണ്ണുമ്പോൾ ഒന്ന് ബിരിയാണി കഴിക്കാൻ താല്പര്യപ്പെടുന്നവരാണ് ആണുങ്ങൾ. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളമാണ് ഇത്തരം ചാൻസുകൾ കൂടുതൽ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ കുടുംബത്തിനെ പറ്റി ഓർക്കുക, നിങ്ങളുടെ കുട്ടികളെപ്പറ്റി ഓർക്കുക. സൗഹൃദം ഒരിക്കലും ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ട് അതൊരു പ്രണയത്തിലേക്ക് പോകാതിരിക്കട്ടെ. കാരണം നിങ്ങൾ എത്രത്തോളം അടുപ്പം കാണിക്കുന്നത് നിങ്ങൾ ഒരു സ്നേഹബന്ധം കൊണ്ടായിരിക്കും, ഒരു സുഹൃത്തെന്ന നിലയിലായിരിക്കും. പക്ഷേ എല്ലാവരും ആ സുഹൃത്ത് എന്നുള്ള രീതിയിൽ അതെടുക്കണമെന്നില്ല. എപ്പോഴും നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങളെ കാണണമെന്ന് പറയുക. നിങ്ങളുടെ അവസാനം അവർ പറയും, നീ എൻ്റെ ഹൃദയത്തിനകത്താണ് താമസിക്കുന്നത്, പിന്നെ ഇന്നതിനുള്ളിലാണ് നീയുള്ളത്. അങ്ങനെയൊക്കെയുള്ള സംസാരങ്ങൾ വരാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് പല സ്ത്രീകളും, പ്രത്യേകിച്ചും വീക്കായിട്ടുള്ള സ്ത്രീകൾ വീണുപോകാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ചും വീട്ടിൽ അസ്വാരസ്യമുള്ള കുടുംബങ്ങളിലുള്ള സ്ത്രീകൾ, അല്ലെങ്കിൽ പുരുഷന്മാർക്കും ഇത് തന്നെ സംഭവിക്കാം, അസ്വാരസ്യമുള്ളിടത്ത്. അതുപോലെ തന്നെ ഹസ്ബൻഡോ വൈഫോ എബ്രോഡായിട്ടുള്ളവർക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഇല്ലെങ്കിൽ ഇവർ തമ്മിൽ എപ്പോഴും തല്ലാണെന്നിരിക്കട്ടെ, ഭർത്താവും ഭാര്യയും തമ്മിൽ എപ്പോഴും തല്ലാണെങ്കിൽ അവർ ഒരു ഇതിൻ്റെ പുറത്ത് നിന്നെ ഞാൻ കാണിച്ചു തരാമടാ എന്ന രീതിയിൽ മറ്റുള്ളവരോട് സൗഹൃദം കാണിച്ച് അത് അവസാനം ഒരു ഫിസിക്കൽ റിലേഷനിലേക്ക് പോകുന്നതുമുണ്ട്. നിങ്ങൾ കാണാറുണ്ടല്ലോ ഇത്തരം ഫിസിക്കൽ റിലേഷനൊക്കെ പലപ്പോഴും കൊലകളിലും മറ്റുമാണ് ചെന്നെത്തിക്കുക. മാത്രമല്ല, ഇത് ആരെയായിരിക്കും അഫക്റ്റ് ചെയ്യുക? നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ. ഈ കുഞ്ഞുങ്ങൾ ഇതൊന്നും അറിയുന്നില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അവർക്കിതൊക്കെ അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കോൾ വരുന്നതും അല്ലെങ്കിൽ വീഡിയോ കോൾ വരുന്നതും ഒക്കെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കറിയാൻ പറ്റും. അപ്പോൾ എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ, അവർക്ക് കുറച്ച് പൊസസീവ്നെസ് കൂടുതലാണ് കേട്ടോ കുട്ടികൾക്ക്. അവർക്ക് ആരാണ് ഇങ്ങനെ കോൾ വരുന്നത്, സംസാരിക്കുന്നത്, അവർ ശ്രദ്ധിക്കും. അത് ഒഫീഷ്യൽ കോളാണോ, അവർക്കറിയാവുന്ന സുഹൃത്തുക്കളുടെ കോളാണോ, അതിൽ വരുന്ന സംസാരങ്ങളെല്ലാം അവർ ശ്രദ്ധിക്കും. അത് കുറച്ച് മാറിപ്പോവുകയാണെങ്കിൽ ആ കുട്ടികളുടെ മനസ്സിന് കനത്ത ആഘാതമായിരിക്കും ഉണ്ടാവുക. ആ കുട്ടികൾ അമ്മ ഒരു പ്രത്യേക രീതിയിലുള്ളവരാണെങ്കിൽ അമ്മയെ വെറുക്കുകയും ആ വെറുപ്പ് സ്ത്രീകളോടുള്ള വെറുപ്പായിട്ട് തന്നെ അവരുടെ മനസ്സിൽ മാറുകയും ചെയ്യും. കുറേ നാൾ കഴിയുമ്പോൾ സ്ത്രീകൾ ഏതോ ഒരു ചരക്കാണെന്നും ഇല്ലെങ്കിൽ അവർക്കെതിരെ എന്ത് ക്രൈംസും ആകാമെന്നും ഈ കുട്ടികളുടെ മനസ്സിൽ ഒരു തോന്നൽ വരും, പ്രത്യേകിച്ചും ആൺകുട്ടികളുടെ. അതുപോലെ പെൺകുട്ടികളാണെങ്കിൽ അമ്മയെ അനുകരിച്ച് എനിക്ക് തോന്നുന്നത് പോലെ ജീവിക്കാം, എനിക്ക് പറന്ന് നടക്കാം എന്നുള്ള രീതിയിൽ അവർ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ തുടങ്ങും. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ വേണം. പിന്നെ ഈ ഇടയ്ക്ക് ഈ ആൻറ്റിമാരെ പ്രേമിക്കുന്ന കുറേ ചെറുപ്പക്കാരുണ്ട്. എന്താണെന്നറിയില്ല, അവരുടെ ഒരു പ്രധാന ഞാൻ അറിഞ്ഞിടത്തോളം അവരുടെ എന്ന് പറയുന്ന സ്ത്രീകൾ ഒരു മെനോപോസ് കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൻ്റെ യോനിനാളിയും മറ്റും ചുരുങ്ങുകയും അതിലൂടെ സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്യുമ്പോൾ പ്ലഷർ കൂടുതൽ ലഭിക്കുകയും ചെയ്യുന്നു എന്നാണ് ഒരു പറച്ചിൽ, ഒരു കേട്ട ഗോസിപ്പാണ്. എങ്ങനെയാണെന്ന് എനിക്കത് അത്ര അധികം അറിയില്ല. സാധാരണ ഒരു കുടുംബജീവിതം സഹിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അറിയാനായിട്ട് സാധ്യത കുറവാണ്. ഞാനൊരു ഡോക്ടർ എന്ന രീതിയിലാണ് പലരും എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഈ ആൻറ്റിമാരോട് താല്പര്യം തോന്നുകയും, ഈ ആൻറ്റിമാരാകുമ്പോൾ കുട്ടികൾ ഇപ്പോൾ ചെറുപ്പക്കാരെ സ്വന്തം മക്കളെപ്പോലെ ആയിരിക്കും കരുതുന്നത്. അവരെ ഉപദേശിക്കും, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ നിനക്ക് നല്ലത് ഇതാണ് എന്നൊക്കെ ഉപദേശിക്കുമ്പോൾ ഇവർ വിചാരിക്കുന്നത് എന്താണ്, ഈ ആൻറ്റിക്ക് എന്നോട് ഭയങ്കരമായ പ്രണയമാണ്. അപ്പോൾ ആദ്യത്തെ സൗഹൃദം പ്രണയത്തിലേക്ക് പോയി. കുറേ കഴിയുമ്പോൾ അവൻ ആൻറ്റിയുടെ സൗന്ദര്യത്തെപ്പറ്റി വർണ്ണിക്കാൻ തുടങ്ങും. നിങ്ങളില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ മാഡമെന്നോ അമ്മയെന്നോ ആൻറ്റിയെന്നോ ഒക്കെ വിളിക്കുന്നതിൽ നിന്നും അവൻ്റെ വിളി എടി, എടോ, താൻ എന്നുള്ള രീതിയിലേക്കൊക്കെ മാറും. അപ്പോൾ തന്നെ ശ്രദ്ധിക്കുക, അവൻ്റെ മനസ്സ് മാറിക്കഴിഞ്ഞു.
അപ്പോൾ നിങ്ങൾ അവിടെയാണ് നിങ്ങൾ വേലി കെട്ടേണ്ടത്. ആ വേലി കെട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ആ വേലി ചാടി നിങ്ങൾ പോവുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പരാജയമാണ്. നിങ്ങളുടെ കുടുംബം സ്പ്ലിറ്റ് ചെയ്തു പോവും, നിങ്ങളുടെ കുട്ടികൾ തകർന്നു പോവും, നിങ്ങൾ പിന്നെ നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റി ആലോചിക്കുകയേ വേണ്ട. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരു സൗഹൃദമുണ്ടാക്കുമ്പോൾ എപ്പോഴും ഒരു ലക്ഷ്മണ രേഖ വരയ്ക്കുക. ഓക്കെ.